ഓണം വെക്കേഷൻ 10 ദിവസവും ഞങ്ങൾ അമ്മയ്ക്ക് ഷോർട്സും വീഡിയോസും എടുക്കാൻ സഹായിച്ചു തരാം. അമ്മയുടെ ചാനൽ 100K അടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നലെ എൻ്റെ മോള് പറഞ്ഞതാണ് കേട്ടോ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തോണ്ടിട്ടാണ് നിൻ്റെ ആൾക്കാർ നിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന്. അപ്പം ഞാൻ പ്രാഞ്ചിയായിട്ടുള്ള ഡയലോഗ് തിരിച്ചടിച്ചു. ഞാൻ പറയാറുണ്ടെന്നേ ആവട്ടുള്ളൂ, ചെയ്യാറില്ലെന്ന്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ അനലിറ്റിക്സ് കണ്ടോ, ഇത്ര ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അവളുടെ കൊഴുക്കട്ട ഉണ്ടാക്കലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കലും. ശരിയാണ്, ഞാനിവിടെ കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അങ്ങനെതാ നമ്മുടെ വീടിൻ്റെ പുറകിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ 2 ചേട്ടന്മാർ ഇന്ന് അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് 10 മണിക്കത്തെ ചായയ്ക്കും ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടത്തെ ചായയ്ക്കും എല്ലാം കൂടി ഒറ്റപ്പിടുത്തത്തിൽ അങ്ങോട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ് കേട്ടോ. മനുവേട്ടൻ ഇവിടെ ഇല്ല. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ആളങ്ങ് മലേഷ്യയിലാണ്. അപ്പോൾ അതാ 5 ദിവസത്തേക്ക് പോയതാണ്. അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പം നമ്മൾ പണിക്ക് ചേട്ടന്മാർ വന്നപ്പോഴത്തേനും അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. ചേട്ടനുണ്ടെങ്കിൽ അപ്പം തന്നെ വേഗം പോയി കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും. അപ്പം ഞാൻ എന്താ എൻ്റെ വീഡിയോ പോലെ തന്നെ ഉള്ളിൽ നിറച്ച സ്നേഹം വെച്ച് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടന്മാർ പറഞ്ഞത്, രാവിലെ തന്നെ മധുരം വേണ്ട മോനെ, മധുരം ഇവിടാത്ത, അതായത് നേരിയ മധുരത്തിൽ 2 ഗ്ലാസ് ചായ ഇങ്ങോട്ട് തന്നാൽ മതിയെന്ന്. പിന്നെ ഞങ്ങൾ മാത്രമേ കൊഴുക്കട്ട കഴിച്ചുള്ളൂ. വൈകിട്ടായപ്പോഴാണ് ഒന്നും കൂടി ആവി കയറ്റിയിട്ട് ആ ചേട്ടന്മാർക്ക് കൊടുത്തത്. ഇതിൻ്റെ റെസിപ്പി പറയാത്തത്, കൊഴുക്കട്ടയ്ക്ക് എന്ത് റെസിപ്പി അല്ലേ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ചാനൽ ഒരുപാട് തവണ ഇട്ടിട്ടുള്ളതാണ്. ശർക്കര വിളയിച്ചതും അങ്ങനെ അവൽ വിളയിച്ചതൊക്കെ കുറേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പയ്യൊന്ന് ചൂടാക്കി എടുത്തിങ്ങനെ എടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് പോന്ന് കിട്ടും. അങ്ങനെ കൊഴുക്കട്ടയൊക്കെ